ഞാൻ തോറ്റു, നേരത്തെ തോറ്റു. അതെന്താ? പഠിത്തത്തിൽ നാം മോശമാണെങ്കിലും പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ വരുന്നതിനാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. രീതിക്ക് കോപ്പി അടിക്കുന്നു എങ്കിലും എക്സാം പൊട്ടുന്നു. ഫ്രണ്ട് എന്ന് പറയുന്ന കൺസിഡറേഷൻ പിറകിലോട്ട് എത്തും തോറും മാസ്റ്റർബേഷനായിട്ട് മാറും. ഓരോ ബെഞ്ച് കഴിയും തോറും പാസ്സാവുന്നവന്മാരെണ്ണം കുറഞ്ഞു വരും. ഈ ഒരു രീതിയിലേക്ക് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജയിക്കാനാണ്? ഒരു സെയിം ടെക്നിക്ക് ഉപയോഗിക്കുന്ന വേറെ ചിലർ പാസ്സാവുന്നുണ്ട്. അതിൻ്റെ കാര്യം ഇതുപോലൊരു വരിയിലിരിക്കുന്നവന്മാർ കമ്പൈൻ സ്റ്റഡി പോയി പഠിക്കും. ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിക്ക് സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ ചെറിയൊരു ലിപ്സിങ്കിലൂടെ ഒരു വാക്ക് കിട്ടാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ കണക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡൗട്ട് അടിച്ചാൽ പോലും ഒരുത്തനറിയാം അങ്ങനെ എന്നുള്ള വിവരം വെച്ചിട്ട് അവിടെ ഇരുന്ന് അവന്മാർക്ക് ഓരോ കണക്കൊക്കെ എഴുതിയെടുത്തിട്ട് എക്സാം പാസ്സാകാൻ പറ്റും. അപ്പോൾ നീയൊക്കെ ഇങ്ങനെ പൊട്ടുമ്പോഴത്തേക്ക് ഇതുപോലെ ചില കമ്പൈൻ സ്റ്റഡി ഉടായ്പ പരിപാടികളിലൂടെയാണ് ഇവന്മാരൊക്കെ പാസ്സാവുന്നത് എന്ന് നീയൊക്കെ ഒന്ന് മനസ്സിലാക്കിയത്. പിന്നെ കുറച്ച് നാൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ വരുമെന്നൊക്കെ കാണും. ചുമ്മാ രാവിലെ അവിടെ ചെന്നിരുന്ന് നിങ്ങയൊക്കെ കോപ്പി അടിക്കുന്ന സമയത്ത് ഇവന്മാരൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പോർഷൻ ഇവൻ പഠിക്കണം, ഇന്ന പോർഷൻ അവൻ പഠിക്കണം എന്നെല്ലാം പ്ലാൻ ചെയ്തിട്ടായിരിക്കും വന്നിരിക്കുന്നത്. എക്സാം ഹാളിൽ ഒരുപാട് ഉടായ്പ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് ദുരുപയോഗം ചെയ്യാതിരിക്കുക. ജസ്റ്റ് ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ആയിട്ട് മാത്രം എടുക്കുക. അടുത്തായിട്ട് നമുക്ക് കോളേജിലെ കുറച്ച് കുട്ടി മാഫിയകൾ അങ്ങ് എക്സ്പോസ് ചെയ്യാം. ഓണം ക്രിസ്മസ് പരിപാടി സമയങ്ങളിലാണ് ഇവന്മാർ കുറച്ച് കൂടുതലായിട്ട് സജീവമാവുന്നത്. ഇവർ നിങ്ങൾക്കൊപ്പം എന്നുകൊണ്ട് പറയുമ്പോൾ നിനക്കൊക്കെ ഇത് കത്തില്ല. നിനക്കൊക്കെ അല്ലേ ഈ കുട്ടി മാഫിയകൾക്ക് പോലും ഇവന്മാരെയാണ് എക്സ്പോസ് ചെയ്യാൻ പോകുന്നതിന് കത്തില്ല.